ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒന്ന് പുറത്ത് വരെ പോയി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. മോൾ ഉറങ്ങണ സമയമായതുകൊണ്ട് പാവം ഉറങ്ങിക്കോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചതാണ്. അങ്ങനെ ഞാനും നാത്തൂനും കൂടിയാണ് കേട്ടോ പോകാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഞാൻ റെഡിയായി ഓളെ കാത്ത് നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ പുതിയ ചെരുപ്പാണ്. എങ്ങനെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ബൈക്കിലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബൈക്കിലാണ്. പക്ഷെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈക്കിൽ പോവണ്ട, ബൈക്ക് അവിടെ ബൈക്ക് വെച്ചിട്ട് ബസ്സിൽ കയറി പോയാൽ മതി നിങ്ങളെന്ന്. അപ്പം പിന്നെ നമ്മൾ ഉമ്മാൻ്റെ വാക്ക് കേൾക്കാതിരിക്കരുതല്ലോ. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് ബസ്സിലാണ് കേട്ടോ പോയത്. അങ്ങനെ ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി. ഇവിടെ പിന്നെ വേഗം വേഗം ബസ് കിട്ടും. എനിക്ക് ആദ്യം സീറ്റ് കിട്ടി ഓളവിടെ നിൽക്കുകയായിരുന്നു. അവിടെ തന്നെ നിൽക്കട്ടെ സാധനം. അങ്ങനെ ഞാൻ പാളയത്തേക്കുള്ള 2 ടിക്കറ്റ് എടുത്ത് 40 റുപ്യ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഓൾ അവിടെ ഇരുന്നിട്ടാ. അങ്ങനെ ഇതാണ് കേട്ടോ കോഴിക്കോട്ടുകാരുടെ സ്വന്തം ശോഭിക. പിന്നെ എനിക്ക് ഉച്ചക്ക് ഉറക്കം ഇല്ലാത്തൊരു ഉറക്കം പതിവുണ്ടായതുകൊണ്ട് അതെനിക്കങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഇതില്ലായിരുന്നു. എന്നാലും പിന്നെ നമ്മളങ്ങനെ പോയി. പിന്നെ പാളയത്തു നിന്ന് നേരെ റോഡും ക്രോസ് ചെയ്താൽ SM സ്ട്രീറ്റ് എത്തി. അങ്ങനെ SMലെത്തി ആൾക്കാരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് കയറിക്കോളി, ഇവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. മോൾക്ക് ഷൂ വാങ്ങാൻ വേണ്ടി വന്നതായതുകൊണ്ട് നമ്മളൊരു ഷോപ്പ് ഉന്നം വെച്ചിട്ടാണ് പെരേന്ന് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് കോയിൻകോൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ട് റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് തപ്പിപ്പിടിച്ച് അവിടെ എത്തി. അവിടെ കയറി. ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 100 സംതിങ്ങിനൊക്കെ അവിടെ പാർട്ടി വെയർ, ഗേൾസിൻ്റെ പാർട്ടി വെയർ ചെരുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഇതായി തോന്നി. പിന്നെ ഞാൻ മോൾക്ക് ഇങ്ങനെ ഷൂ എടുക്കാനാണല്ലോ വന്നത്. അപ്പോൾ പിന്നെ ഷൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. ലാസ്റ്റ് ഞാനിതാ ഇതിൽ ഉറപ്പിച്ച് അങ്ങനെ അതെടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ സ്വീറ്റ് കോൺ കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കത് വലിയ താല്പര്യമില്ല, എന്നാലും ഓൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്ന് എടുത്തോന്നുണ്ട്. അങ്ങനെ നമ്മൾ മിക്സഡ് ചില്ലി മസാല അങ്ങനെ എന്തോണ് പറഞ്ഞത്. അങ്ങനെ അതും ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഒഴിച്ചിങ്ങാണ്ട് നമുക്കത് ഉണ്ടാക്കി തന്ന്. നല്ല എരിവും അത്യാവശ്യം പുളി മധുരം എല്ലതും കൂടി ആയിട്ട് നല്ല ചൂടും. സംഭവം നല്ല ഫ്ലേവറായിട്ടുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ അതിൻ്റെ എരിവും ആ ഒരു ചൂടും കൂടി ആയപ്പോൾ ഞങ്ങളെ മൂക്കൊന്ന് കണ്ട് നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയാൽ ഫറലായിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ഞണ്ണാതെ പെരയിൽ കയറരുത് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ കയറി. ഒരു ഷവർമയും ഒരു മൊയ്റ്റോയും പിന്നെന്താ പറഞ്ഞത്, ഒരു ചിക്കൻ സാൻഡ്വിച്ചും അതും പറഞ്ഞ് നമ്മളതൊക്കെ കുടിച്ചിട്ട് തിരിച്ച് സ്റ്റാൻഡിലേക്ക് തന്നെ പോയി. ആദ്യം വന്ന ബസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അത് ലിമിറ്റഡ് സ്റ്റോപ്പായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഞങ്ങളെ പേരൻ്റെ അവിടെ ഒരു ഇറക്കി തരില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ അടുത്ത ബസ് വരുന്ന വരെ അവിടെ കാത്തു നിന്ന്. പിന്നെ ഈ ബസ്സിൽ കയറി. എനിക്ക് ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബസ്സിൽ കിടന്നിട്ട് അവിടെ സ്റ്റോപ്പ് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നായപ്പോഴാണ് കേട്ടോ ഞാൻ നീച്ചത്. അതുവരെ ഞാൻ നല്ല ഉറക്കം തന്നെയായിരുന്നു. അത്രയ്ക്ക് ഉറക്കം വന്നിട്ട് ഞാൻ എന്തോ ഒരു വൈക്കായിന്ന് സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓരോ ജീരക സോഡയും കൂടി കുടിച്ച് കുട്ടികളെ പറ്റിക്കാൻ 3 കോൽമുട്ടായും കൂടി വാങ്ങി കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വിട്ടിട്ട് പെരയിലെത്തിയപ്പോൾ മക്കളൊക്കെ വന്ന് മക്കൾക്ക് മുട്ടായൊക്കെ കൊടുത്ത്. മോളാണെങ്കിൽ നടന്ന കാര്യങ്ങൾ മൊത്തം എന്നോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ. അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.